നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസ് സിന്ദാബാദ്. ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസ് സിന്ദാബാദ്. കോൺഗ്രസിൻ കരങ്ങളാൽ ഉയർന്നതാണീ ഭാരതം. രാഹുൽ എന്ന നേതാവിൻ ധ്വനി മുഴങ്ങും ഭാരതം. കോൺഗ്രസിൻ കരങ്ങളാൽ ഉയർന്നതാണീ ഭാരതം. രാഹുൽ എന്ന നേതാവിൻ ധ്വനി മുഴങ്ങും ഭാരതം. സ്ത്രീത്വത്തിൻ കരുത്തു കാട്ടി പ്രിയങ്കയും വരുന്നിതാ. ഇന്ദിരതൻ ഭാരതം, രാജീവിന്റെ ഭാരതം, ചോര കൊണ്ടു വീരഗാഥ രചിതമായ ഭാരതം. ഇന്ദിരതൻ ഭാരതം, രാജീവിന്റെ ഭാരതം, ചോര കൊണ്ടു വീരഗാഥ രചിതമായ ഭാരതം. ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസ് സിന്ദാബാദ്. ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസ് സിന്ദാബാദ്. ആദ്യമായി ഇത്രയും ധന്യമായ പുണ്യമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കുവാൻ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അലീഫ് ഖാനോടും സഹപ്രവർത്തകരോടും പ്രാൺകുമാറിനോടും എനിക്കുള്ള നന്ദി കൃതജ്ഞത ഞാൻ അറിയിക്കുകയാണ്. ആദ്യമായി ലോകമെമ്പാടുമുള്ള മലയാളികൾ ആഘോഷിക്കുന്ന നമ്മുടെ ദേശീയ ഉത്സവമാണ് ഓണം. ആ തിരുവോണത്തിൻ്റെ തുടക്കം കുറിക്കുന്ന അത്തമായിരുന്നു ഇന്നലെ. ഇന്ന് നമ്മുടെ ആരുടെയെങ്കിലും ജീവിതമാണ് സന്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് റോൾ മോഡലാക്കിയ നമ്മൾ സെൻട്രൽ ജയിലിലേക്കാണ് പോകുന്നത്. പക്ഷെ മഹാത്മാഗാന്ധി അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് എന്താണ് നന്മ, ആരാണ് മനുഷ്യൻ എന്ന് ഈ ലോകത്തെ പഠിപ്പിച്ച ആളാണ് മഹാത്മാഗാന്ധി. നിങ്ങൾക്കറിയോ, ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഇന്ന് മഹാത്മാഗാന്ധിയുടെ പ്രതിമകളുണ്ട്. ലോകത്ത് പല യൂണിവേഴ്സിറ്റികളിലും പാഠ്യവിഷയമാണ് മഹാത്മാഗാന്ധി. എല്ലാം വേണ്ടി ഞാൻ ഒന്നുകൂടി അനുമോദിച്ചുകൊണ്ട് എല്ലാ ഓണാഘോഷ ആശംസകൾ നേർന്നുകൊണ്ട് അതോടൊപ്പം മിടുക്കന്മാരെ പഠിക്കണം. അതായത് കൂടുതൽ മാർക്ക് നേടുക എന്നുള്ളത് മാത്രമല്ല, നന്നായി പഠിക്കുകയും നന്നായി ജീവിക്കുകയും രക്ഷിതാക്കളെ സ്നേഹിക്കുകയും കൂടപ്പുറപ്പുകളെ സ്നേഹിക്കുകയും കൂടപ്പുറപ്പിനപ്പുറമുള്ള കൂട്ടുകാരെ സ്നേഹിക്കുകയും നാടിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായി, ഒരു പൗരനായി നിങ്ങൾക്ക് വളർന്നു മാറാൻ, പ്രതിഭകളായി നിങ്ങൾ വളർന്നു വരാൻ ഈ ഇത്തരം ചടങ്ങുകൾക്ക് കഴിയട്ടെ, പ്രചോദനമാകട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഇത് നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ ഔപചാരികമായി ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു. ചെയ്യുന്നു. മിസ്റ്റർ ലീജി, ഡോക്ടർ ആലിഫ്, മറ്റ് വേദിയിലെയും സദസ്സിലെയും ആദരണീയരെ ഏവർക്കും ഞാൻ അച്ഛൻ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം കേരളത്തിന്റെ ഭാഗമാണ്. മാവേലി മേഖലയൊക്കെ നിൽക്കുന്നവരാണ്. ഒരുമിച്ച് എടുക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. മുൻ മന്ത്രി എന്നതാണ് എത്തിച്ചത് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ശ്രീ പന്തളം, പ്രിയപ്പെട്ട അശോകൻ അടക്കമുള്ള വേദിയിരിക്കുന്ന സദസ്സ് ഇരിക്കുന്ന പ്രിയമുള്ളവരെ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ആയിരിക്കുക. ഈ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ച ഈ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി നമസ്കാരം. നന്ദി. അടുത്തതായി നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പാളയം അശോക് അവരുടെ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ ആലിഫ് ഖാൻ, നമ്മുടെ എല്ലാം പ്രിയങ്കരായ മുൻ ആരോഗ്യമന്ത്രി സുധാകരൻ അവർ, മുൻ MLA AT ജോർജ് അവർ, KPCC സെക്രട്ടറി പ്രാണകുമാർ, ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പേരുക്കട മോഹനൻ,
സംസ്ഥാന ജില്ലാ ജനറൽ സെക്രട്ടറി ജില്ലാ മെഡിക്കൽ ക്യാമ്പും ശുചി മുറികൾ ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേരളം ഒട്ടുക്കും ചാരിറ്റി പ്രവർത്തനവും സമൂഹ വിഭാഗവും മറ്റു കലാ സാംസ്കാരിക രംഗങ്ങളിലെ എല്ലാം നിറസാന്നിധ്യമായി ചോറ് വിതരണവും എല്ലാ ജില്ലകളിലും അടുത്ത മാസം മുതൽ ഞങ്ങൾ നടത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ മുന്നോട്ട് പോകാമെന്ന് ആശംസിക്കുന്നു. ശ്രീബുദ്ധനെ പോലെ, മഹാത്മാഗാന്ധിയെ പോലെ, മദർ തെരേസയെ പോലെയുള്ള മഹത്തുക്കൾ മുന്നോട്ട് വച്ച പാതയിലൂടെയാണ് കേരള വ്യാപാരി വ്യവസായി കോൺഗ്രസും ഇതുപോലുള്ള പാദസ്പർശമേറ്റ പരിപാടികളുമായി മുമ്പോട്ട് പോകുന്നത്. അതിൽ തിരഞ്ഞെടുത്ത സ്ഥലം തന്നെ വളരെ നല്ല സ്ഥലമാണ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ഒരു കാലത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ നെഞ്ചോട് ചേർത്ത ചെറുവാരക്കോണം LMSന്റെ മുൻ മന്ത്രി ഈ ഉദ്ഘാടകൻ സർ, ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പാളയം അശോക് അവർ, KPCCയുടെ അംഗങ്ങൾ, വ്യാപാരി വ്യവസായി കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലയിലെയും സംസ്ഥാനത്തിൻ്റെയും നേതാക്കന്മാർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ DCCയുടെ ഭാരവാഹികൾ, മണ്ഡലം ഭാരവാഹികൾ, ഏറെ നന്ദി, നമസ്കാരം. കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ടും ഇനിയുള്ള തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് പാറശാല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാവിധമായ പിന്തുണ ഉണ്ടാകുമെന്നും അറിയിച്ചുകൊണ്ട് നല്ലൊരു ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ വ്യാപാരി വ്യവസായി കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ശ്രീ ഡോക്ടർ പാളയം അശോകൻ സാർ അവർ, പ്രിയപ്പെട്ട എക്സ്എംഎൽഎ AT ജോർജ് അവർ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സുഹൃത്തുക്കളെ, അപ്രതീക്ഷിതമായാണ് നന്ദി പറയാൻ വേണ്ടി എന്നെ ക്ഷണിക്കുന്നത്. അപ്പോൾ ഈ വേദിയിലേക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും ഒറ്റ വാർത്തകൾ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സംരംഭം വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.